ഹമാസിന്റെ ക്രൂരതയിൽ നിന്ന് ബന്ദികൾ മോചിതരായതിന്റെ സന്തോഷത്തിലാണ് ഇസ്രായേൽ ജനത. ആ ആഘോഷമാണ് ഇപ്പോൾ കണ്ടത്. ഇതേക്കുറിച്ചുള്ള വിശദമായ വാർത്ത പകൽ വാർത്തയിൽ ഉണ്ടാകും. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഹിജാബ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന് ഭീഷണി. കൊച്ചി സെയിന്റ് റീത സ്കൂളിന് 2 ദിവസം അവധി നൽകി മാനേജ്മെന്റ്. മറ്റു വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം കരുതിയെന്ന് സ്കൂൾ അധികൃതർ. ഹിജാബ് ധരിച്ചതിന് സ്കൂളിൽ മാനസിക പീഡനമെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ്. ന്യൂസ് 18 ബ്രേക്കിംഗ് സ്റ്റോറി. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസിൽ ട്വിസ്റ്റ്. സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ. മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകിയത് 2023-ൽ. മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ച വിവരം CPM മറച്ചുവെച്ചത് എന്തിനെന്ന് പ്രതിപക്ഷം. CPM BJP ബന്ധം കൂടുതൽ വ്യക്തമായെന്ന് VD സതീശൻ. ദിവസത്തെ ഇരുട്ടക ജീവിതത്തിന് ശേഷം ഇസ്രായേലി ബന്ദികൾക്ക് മോചനം. ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിച്ചത് 7 ബന്ദികളെ. ഇസ്രായേലിൽ ആഘോഷം. אבל לא יכול היה להיכנס פנימה וחמאס ידע זאת ולמעשה לא. കേന്ദ്രത്തെ വിമർശിച്ച് IAS ഉപേക്ഷിച്ച കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ. AICC ആസ്ഥാനത്ത് KC വേണുഗോപാലിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. ചോദ്യം ചോദിക്കുന്നത് തുടരുമെന്ന് കണ്ണൻ ഗോപിനാഥൻ. കൊട്ടാരക്കരയിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 മരണം. കൽക്കെട്ടിടിഞ്ഞു വീണ് യുവതിയും രക്ഷിക്കാനെത്തിയ സുഹൃത്തും ഫയർഫോഴ്സ് ജീവനക്കാരനും മരിച്ചു. കർണാടകത്തിലും കേന്ദ്രത്തിലും BJP ബന്ധമെന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ജനതാദൾ എസ്. MLA മാർ അയോഗ്യരാകാതിരിക്കാൻ പുതിയ പാർട്ടി രൂപീകരിക്കും. K കൃഷ്ണൻകുട്ടിയും മാത്യു T തോമസും പുതിയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ ജനതാദളിൽ ചേരും. കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീത സ്കൂളിൽ ഹിജാബ് വിവാദം. ഹിജാബ് ധരിക്കണം എന്ന് ആവശ്യപ്പെട്ട് രക്ഷിതാവ് എത്തിയതോടുകൂടി സ്കൂൾ മാനേജ്മെന്റ് പ്രതിസന്ധിയിലായി. സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം ഭീഷണി മുഴക്കുകയാണ്. ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിനിയുടെ പിതാവ് എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. അതേസമയം സ്കൂളിന് 2 ദിവസം അവധി നൽകിയിരിക്കുകയാണ്. സുരക്ഷിതത്വം കണക്കിലെടുത്താണ് അവധി എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. അതേസമയം വിദ്യാർത്ഥിനിയുടെ പിതാവ് പറയുന്നത് മാനസിക പീഡനമാണ് വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ എന്നാണ്. സ്കൂൾ പ്രിൻസിപ്പലിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ ആദ്യം കേൾക്കാം. അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം സ്കൂളിനുണ്ട്. അത് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ട് മാനേജ്മെൻറ്റ് ഡിസിഷനുണ്ട് അത് ഈ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ 30 വർഷമായിട്ട് കുട്ടികൾ അംഗീകരിക്കുന്നതും പാരൻസ് അംഗീകരിക്കുന്നതും അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും. സ്റ്റിൽ നൗ ദർ ഈസ് നോ കംപ്ലയിൻറ്റ് ഫ്രം പേരൻസ്. പാൻറ്റ്, ഷർട്ട്, കോട്ട് ഫോർ ഗേൾസ്. കോട്ട് മുടി 2ആയിട്ട് പിന്നി റിബൺ ടൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പാരൻ്റ് ഉൾപ്പെടെ കുട്ടിയോട് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അവർ അംഗീകരിച്ച് നമുക്ക് യെസ് പറഞ്ഞ കാര്യമാണിത്. 4 മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ്, ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചു. കുട്ടിയെ സേഫാക്കിയിട്ടാണ് നമ്മൾ പാരൻസിനെ വിളിച്ചത്. സംസാരിച്ചു, നമുക്കിങ്ങനെയാണല്ലോ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്. സാറും ഓക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരൻറ്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ്. ഞാൻ 1.5 hours കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം, തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കോളും വന്നില്ല. നെക്സ്റ്റ് ഡേയിലും കുട്ടി ലീവാണ്. പിന്നീട് 10th കുട്ടി പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത് സെയിം ആ ഒരു യൂണിഫോമിൽ. അപ്പോൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. കാരണം നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടിയെ നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല. നമ്മൾ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മൾ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. പാരൻറ്റിനോട് സംസാരിക്കുമ്പോൾ പാരൻറ്റ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പാരൻറ്റ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ടീമിനെ 2-3 പേര് നമുക്കറിയില്ല അവർ ഉള്ളിലോട്ട് കയറി വരുന്നതും അവർ നമ്മളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതും. ഇതിപ്പോൾ പെട്ടെന്നാണ് ആ പെൺകുട്ടി ഒരാഴ്ച സമയമായിട്ടുള്ളൂ. 7-ാം തീയതി മുതലാണ് പുള്ളിക്കാരി പെട്ടെന്നായിട്ട് മറ്റേ യൂണിഫോം മാറി അവരുടെ റിലീജിയസ് അറ്റയർ ഇട്ട് ഉപയോഗിച്ച് വരാൻ തുടങ്ങിയത്.
അപ്പം നാച്ചുറലി നമ്മുടെ സ്കൂളിൻ്റെ റൂൾസിനെതിരായതുകൊണ്ടും നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉള്ള നമ്മുടെ സ്കൂൾ ഡയറിയിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം ഉണ്ട്. അപ്പോൾ ആ യൂണിഫോമിനെതിരായതുകൊണ്ടും സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെൻറ്റ് അവരോട് സംസാരിച്ചു. ഇതല്ല നമ്മുടെ സ്കൂളിൻ്റെ യൂണിഫോം, നമ്മളിത് അബൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരൻസിന്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പേരൻസിനോടൊരു ലെറ്റർ അവർ ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലനേഷനാണ്. അപ്പോൾ അവർ അതിൻ്റെ ഫർദറായിട്ട് പോയി ഇതൊരു റിലീജിയസ് ഇഷ്യൂ ആക്കി എടുത്തു. അതാണ് ഇപ്പം ഇത് നമ്മൾ ഇതിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് അവിടെ സ്കൂളിന് ഡ്രസ് കോഡ് ഉണ്ട്, അതനുസരിച്ച് യൂണിഫോം നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് സ്കൂൾ മാനേജ്മെന്റ് എടുത്തത്. അതേസമയം ഹിജാബ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റിന് നേരെ ഭീഷണിയുണ്ടായി. സ്കൂളിൽ കയറി ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയെന്നും സ്കൂൾ മാനേജ്മെന്റ് പറയുന്നുണ്ട്. 2 ദിവസം അവധി നൽകിയിരിക്കുകയാണ്. ഇന്നും നാളെയും കൊച്ചി സെന്റ് റിദ സ്കൂളിന് അവധി നൽകിയിരിക്കുന്നു. മറ്റു കുട്ടികളുടെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. അതേസമയം വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് രക്ഷിതാവിന്റെ ആരോപണം. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇക്കാര്യത്തെക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും രക്ഷിതാവായ അനസ് പറയുന്നു. എന്റെ മകള് തുടക്കം മുതൽ സ്കൂള് ജൂൺ 1 ആരംഭിച്ച് അന്ന് മുതൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം വരെ ഷോള് ധരിച്ചു കൊണ്ടിട്ടാണ് അവിടെ സ്കൂളിൽ ചെല്ലാറുള്ളത്. നമ്മൾ തലയിൽ സാധാരണ ചുറ്റണ ഒരു ഷോള് അത് ധരിച്ചിട്ടാണ് ഈ പിന്നെ കുട്ടി പോണത്. അവിടെ നിന്ന് അത് നിർബന്ധപൂർവ്വം അവര് അത് ഊരിക്കുമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നവമി, ഇക്കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഹിജാബ് അവിടെ അനുവദനീയമല്ല ആ സ്കൂളിൽ, കാരണം അവിടെ മറ്റൊരു യൂണിഫോമാണ് ഉള്ളത്. അതിനാൽ ഹിജാബ് പറ്റില്ല എന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥിനിയെയും രക്ഷിതാക്കളെയും അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നല്ലോ. പക്ഷേ പിതാവായ അനസ് പറയുന്നത് ജൂൺ മുതൽ ഇതേ വേഷത്തിൽ തന്നെ എത്തിയിരുന്നുവെന്നാണ്. എന്താണ് ഇക്കാര്യത്തിൽ ഇത്തരമൊരു വിവാദം ഉണ്ടാകുവാനുള്ള കാരണം? ഭീഷണി യഥാർത്ഥത്തിൽ ഉണ്ടായതാണോ? മഞ്ജുഷ്, കഴിഞ്ഞ ഇന്നും നാളെയും ഈ 2 ദിവസം സ്കൂൾ അവധിയാണ്. സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്, പ്രിൻസിപ്പൽ അടക്കം പറയുന്നത് സ്കൂളിന് നേരെ വലിയ ഭീഷണിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ പിതാവ് വന്നപ്പോൾ അവർക്കൊപ്പം ഒരു സംഘം ആളുകളും ഉണ്ടായിരുന്നു. അവർ ഈ സ്കൂളിലെത്തി അവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. കുട്ടികളുടെ ഒരു സുരക്ഷ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പിതാവ് ആരോപിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും മാനേജ്മെന്റ് തള്ളുകയാണ്. അവർ പറയുന്നത് പ്രകാരം കുറച്ച് ദിവസമായതേ ഉള്ളൂ ഈ പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് എത്തിയത്. ആ സമയത്ത് തന്നെ പല ആവർത്തി പറഞ്ഞതാണ് സ്കൂളിന്റെ നിയമം അനുസരിച്ച്, അതായത് കുട്ടികൾ അവിടെ ധരിക്കുന്ന വസ്ത്രങ്ങൾ, മുടി ഏത് ശൈലിയിൽ കെട്ടണം, ഇതിലെല്ലാം കൃത്യമായിട്ടുള്ളൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് മാത്രമേ സ്കൂളിലേക്ക് വരാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം ഈ സ്കൂളിലേക്ക് വന്ന് അഡ്മിഷൻ എടുത്ത സമയം മുതൽ തന്നെ എല്ലാ കുട്ടികൾക്കും നൽകുന്നതാണ്. അതനുസരിച്ച് തന്നെയാണ് ഈ കുട്ടിയും ആ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ചു നാളുകളായി മാത്രം ഹിജാബ് ധരിച്ചെത്തുന്നു. അത് പലതവണ വിദ്യാർത്ഥിയെ വിലക്കിയെങ്കിലും വീണ്ടും അത് ആവർത്തിക്കുകയായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ആ കുട്ടി കുറച്ചുനാൾ സ്കൂളിലേക്ക് എത്തിയില്ല. പിന്നീട് വന്നപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നു. മാതാപിതാക്കളെ വിളിച്ച് പലതവണ ഇത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ട് പോലും അവർ അംഗീകരിക്കുന്നില്ല. ആദ്യമൊക്കെ അംഗീകരിച്ചു, പിന്നീട് അവർ വീണ്ടും ഇത് ആവർത്തിക്കുകയായിരുന്നു എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അങ്ങനെ ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവുള്ളതാണ് സ്കൂളുകളിൽ ഏത് യൂണിഫോമിന്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം തന്നെ മാനേജ്മെന്റിന് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവ് കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മാനേജ്മെന്റ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നത്. പക്ഷേ പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് സ്കൂൾ തുറന്ന കാലം മുതൽ തന്നെ ഷോള് ധരിച്ചുകൊണ്ട്, തലയിൽ ഷോൾ ഇട്ടുകൊണ്ടാണ് പെൺകുട്ടി പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് മുതൽ തന്നെ വലിയ മാനസിക സമ്മർദ്ദം കുട്ടിക്കുമേലുണ്ടായി എന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും അടക്കം പെൺകുട്ടിയുടെ പിതാവ് പരാതി നൽകിയിരിക്കുന്നത്. PTA പ്രസിഡന്റ് അടക്കം ന്യൂസ് 18നോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PTA മുന്നിലോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒരു പരാതി നൽകുവാൻ പോലും മാതാപിതാക്കൾ തയ്യാറായിട്ടില്ല. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ആരോപണവുമായി അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധവുമായി ഈ മാതാപിതാക്കളും അവർക്കൊപ്പമുള്ള ആളുകളും സ്കൂളിനെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവിടേക്ക് വന്നതെന്നാണ് PTA പ്രസിഡന്റ് അടക്കം ആരോപിക്കുന്നത്. ഇത് ഒരു ലത്തീൻ സഭയുടെ കീഴിലുള്ള ഒരു ക്രൈസ്തവ സഭയുടെ കീഴിലുള്ള ഒരു സ്കൂൾ കൂടിയാണ്. അങ്ങനെ ഒരു മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ് അവർ ഇതിനെ ആരോപിക്കുന്നത്. സ്കൂളിന്റെ കുട്ടികൾക്കുള്ള നിർദ്ദേശം അല്ലെങ്കിൽ സ്കൂൾ യൂണിഫോമിൽ അവർ മുടി കെട്ടുന്ന രീതി, ഇതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശമുണ്ട്. അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് ആ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും, 30 വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ്, ആ സ്കൂളിലെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്
വരുന്നത്. ഇതിനു മുൻപ് ഇത്തരത്തിൽ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സ്കൂളിലെ പ്രിൻസിപ്പളും ഒരു കാര്യം കൂടി, ഇങ്ങനെ ഒരു അവധി ഇന്നും നാളെയും കൊടുത്തത് സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരമാണോ? ഇതൊരു അസാധാരണമായ സംഭവമാണല്ലോ. ഹിജാബ് ധരിക്കണമെന്ന് ഒരു വിദ്യാർത്ഥിനി ആവശ്യപ്പെടുന്നു, അവരുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു, അത് പറ്റില്ല എന്ന് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നു. അപ്പോൾ ഈ സ്കൂളിന് അവധി കൊടുക്കുന്നു. അത് വളരെ അങ്ങനെ അത്തരം ഒരു അപൂർവത എന്തുകൊണ്ട് സംഭവിച്ചു? 2 ദിവസത്തെ അവധി എന്ന് പറയുന്നത്. അതായത് മഞ്ജുഷ, കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ പിതാവ് സ്കൂളിലെത്തി ഈ മാനേജ്മെന്റിനോട് സംസാരിക്കുമ്പോൾ, പ്രിൻസിപ്പലിനോട് അടക്കം സംസാരിക്കുമ്പോൾ, ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വരികയും ഈ വിഷയം വലിയ വിവാദമാക്കുകയും മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ തന്നെ ഇവർ സ്കൂളിലെ കുട്ടികൾക്കൊന്നും ഈ ഒരു ഭീഷണിയിലേക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ വിധം ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിന്റെ ജനലടയ്ക്കുകയും ക്ലാസ് റൂമിന്റെ ജനലടയ്ക്കുകയും വാതിലടയ്ക്കുകയും ഒക്കെ ചെയ്തു. കാരണം സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ചൊക്കെ വലിയ ഭയപ്പാടുണ്ടാക്കി. പെട്ടെന്ന് ഇവരെ വന്ന് ഈ വലിയ പ്രശ്നമുണ്ടാക്കുമ്പോൾ, അധ്യാപകരെ അടക്കം ഭീഷണിപ്പെടുത്തുമ്പോൾ അവർക്ക് വലിയ ഭയമുണ്ടായി. അതുകൊണ്ടാണ് ആ ഒരു നടപടികളിലേക്ക് അവർ കടന്നത്. ഇനിയും ഇവർ പ്രശ്നം ഉണ്ടാക്കാനുള്ളൊരു സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നും നാളെയും സ്കൂളിന് അവധി കൊടുക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് ഇനി സ്കൂളിന്റെ മറ്റ് കുട്ടികളുടെ രക്ഷിതാക്കൾ ഇതിലെന്ത് മറുപടിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് ഇനി ഈ മാനേജ്മെന്റ് ഈ വിഷയത്തെ ഏത് വിധത്തിലായിരിക്കും മുന്നോട്ടുള്ള നീക്കമെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു ഹിജാബ് വിവാദവുമായി, ഹിജാബ് ധരിച്ചെത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ സ്കൂൾ അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിയാണ് നവമി. എന്തായാലും കൊച്ചിയിലെ സെന്റ് റിത സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. പള്ളുരുത്തിയിലാണ് ഈ സ്കൂൾ. ഹിജാബ് ധരിക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ് ഈ പ്രശ്നത്തിന് കാരണമായത്. ഭീഷണി ഉണ്ടായിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റിന് നേരെ. ഇത് സ്കൂൾ മാനേജ്മെന്റ് ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസം സ്കൂളിന് അവധി നൽകേണ്ടി വന്നിരിക്കുകയാണ്. മറ്റ് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു, അവധി വേണം, ഞങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന്. അതുകൊണ്ട് PTA ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഹിജാബ് വിവാദത്തിൽ 2 ദിവസം ഒരു സ്കൂൾ അടച്ചിടേണ്ടി വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസ് ലാവ്ലിൻ കേസിൽ 2023 മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകിയത്. നേരത്തെ ലൈഫ് മിഷൻ കേസിലാണ് നോട്ടീസ് എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ക്രൈം നന്ദകുമാറിന്റെ പരാതിയിലായിരുന്നു ED അന്വേഷണം നടന്നിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, അപ്പോൾ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള കേസിലല്ല, ലാവ്ലിൻ കേസിൽ തന്നെയാണ് ഇങ്ങനെയൊരു സമൻസ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഗൗരവമായിരിക്കുകയാണല്ലോ. കേന്ദ്രവുമായിട്ടുള്ള ബന്ധം CPM-നുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലാവ്ലിൻ കേസിൽ എന്നുള്ള ആരോപണം പ്രതിപക്ഷം ശക്തമാക്കുന്നതിനിടെയാണല്ലോ മകനെതിരെയുള്ള സമൻസും ലാവ്ലിൻ കേസിലാണ് എന്ന വാർത്ത പുറത്തു വരുന്നത്. മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ഗൗരവകരമായ ഒരു രീതിയിലേക്ക് വിവേക് കിരണിന് ലഭിച്ചിരിക്കുന്ന സമൻസ് മാറുകയാണ്. പ്രത്യേകിച്ചും ഈ CPM-നെ സംബന്ധിച്ചിട്ട് കേന്ദ്രത്തിലായാലും ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും ഏറ്റവും അധികം ഒരു പക്ഷേ പാർട്ടിയെ ഇത്രയധികം പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു ആരോപണം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരു സാഹചര്യത്തിൽ 2006 ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ക്രൈം നന്ദകുമാറിന്റെ പരാതി എത്തുന്നതും പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് 2006 പക്ഷെ ആ സമയത്തല്ലാതെ 2020 ക്രൈം നന്ദകുമാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണമെന്ന് കാണിച്ചുകൊണ്ട് EDക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിന്റെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതും ലാവ്ലിൻ കേസിൽ സാക്ഷിമൊഴി എടുക്കാൻ സാക്ഷിയായാണ് വിവേകിനെ സമൻസ് അയച്ചിട്ടുള്ളത്. സാക്ഷി എന്ന നിലയിലാണ് സമൻസ് അയച്ചിട്ടുള്ളത്. ആ സമൻസിനാണ് വിവേക് മറുപടി പറയേണ്ടത്. കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ എത്തിയിരിക്കുന്ന സമൻസ് ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ടല്ല, അതേസമയം ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് ED വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഈ 2023 വിവേക് കിരണിന് നേരത്തെ നോട്ടീസ് നൽകിയത്. അന്ന് വിവേക് ഹാജരായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അതേ പരാതിയിന്മേൽ തന്നെ ലാവ്ലിൻ കേസിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ED കൂടുതൽ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ലാവ്ലിൻ കേസിൽ ഇപ്പോൾ വീണ്ടും വിവേകിന് സമൻസ് അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിവേകിന് സാക്ഷി എന്നുള്ള നിലയിലാണ് സമൻസ് അയച്ചിരിക്കുന്നതെങ്കിലും നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ഗൗരവകരമായ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൂടി ഇത് മാറുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സാഹചര്യങ്ങളും അല്ലെങ്കിൽ മറ്റു ഇടപാടുകളും ഒക്കെ കുത്തിപ്പൊക്കി
കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുന്നു. അത് പ്രത്യേകിച്ചും രാഷ്ട്രീയ കേരളത്തിന് അത് ചർച്ച ചെയ്യാനുള്ള വലിയൊരു ഇടം കൂടിയായി മാറുകയാണ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ഇപ്പോൾ ലാവ്ലിൻ കേസ് കേന്ദ്ര നേതൃത്വവും അതുപോലെ CPM ദേശീയ നേതൃത്വവും ഇവിടെയും കേരളത്തിലും അധികം ചർച്ചയായിരുന്നതും ഏറ്റവും അധികം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യവും പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് ആ വിഷയത്തിൽ സാക്ഷിയാണെങ്കിൽ പോലും ആ വിഷയത്തിൽ സമൻസ് ലഭിക്കുക എന്നുള്ളത് ഗൗരവകരമായി കാണുന്ന ഒരു സാഹചര്യം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണ് 2023 ഫെബ്രുവരിയിൽ EDയുടെ സമൻസ് കിട്ടിയത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള സംശയത്തിന്റെ ബലത്തിൽ ECIR രജിസ്റ്റർ ചെയ്തതാണ് 2020 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ വെളിച്ചത്തിലാണ് 2023 വിവേക് കിരണിന് സമൻസ് നൽകിയത്. പക്ഷേ അതിനെ തുടർന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. EDയുടെ സമൻസ് കൈപ്പറ്റിയിരുന്നില്ല മുഖ്യമന്ത്രിയുടെ മകൻ. പക്ഷേ തുടർന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. അതിൽ പിന്നീട് സമൻസ് അയക്കലോ മറ്റോ ഉണ്ടായില്ല. ഇതാണ് പ്രതിപക്ഷം വലിയ ആയുധമാക്കി ഏറ്റെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് ഒരു തവണ സമൻസ് അയച്ചിട്ട് അതിന്റെ തുടർ നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കാതിരുന്നത്? അത് കേന്ദ്രവുമായുള്ള ബന്ധം കൊണ്ടാണ്. BJP CPM ബന്ധമാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇത് നേരത്തെ ലൈഫ് മിഷൻ കേസിൽ വടക്കാഞ്ചേരി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലൈഫ് വീടുകൾ പണിതു നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമൻസ് ആണ് എന്നായിരുന്നു. പക്ഷേ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള ED 2020 രജിസ്റ്റർ ചെയ്ത ECIR അനുസരിച്ചുള്ള സമൻസ് ആണ് എന്ന കാര്യം പുറത്തു വരുന്നത് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് CPM-നെ. കാരണം ലാവ്ലിൻ കേസിൽ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രിയെ വെറുതെ വിട്ടതിനെതിരെ, പിണറായി വിജയനെ വെറുതെ വിട്ടതിനെതിരെയുള്ള അപ്പീൽ CBIയുടെ സുപ്രീം കോടതിയിലുണ്ട്. പക്ഷേ അത് തുടർച്ചയായി മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇക്കാര്യത്തിലും പ്രതിപക്ഷം ആരോപിക്കുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ള കേന്ദ്രത്തിലെ രഹസ്യബന്ധത്തെക്കുറിച്ചാണ്. ഇത് കൂടുതൽ ചർച്ചയാക്കും പ്രതിപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ലാവ്ലിൻ കേസിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ 2023 സമൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ചത് എന്ന സ്ഥിരീകരണം വരുന്നതോടുകൂടി ED മുഖ്യമന്ത്രിയുടെ മകനെ സമൻസ് അയച്ചെന്ന വിവരം CPM മറച്ചുവെച്ചത് എന്തിനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. കേസ് അവസാനിച്ചുവെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പറയാനുള്ള വിവരം എവിടുന്ന് കിട്ടിയെന്നും സതീശൻ ചോദിച്ചു. CPM BJP ബന്ധം കൂടുതൽ വ്യക്തമായെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇതെങ്ങനെയാണ് മൂടിവെക്കപ്പെട്ടത്? ഒരു സമൻസ് അയക്കാൻ ഒരു തുടക്കം ഉണ്ടാവും. ആ തുടക്കം എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോൾ? ഇപ്പോൾ MA ബേബി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, അത് ഇല്ലാതായെന്ന്. അദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞു? അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അത് ഇല്ലാതായെന്ന്? അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാണ് അത് ഇല്ലാതാവുന്നത്? EDയുടെ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത്? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അത് പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെ അറിയുന്നത്? അപ്പൊ മുഖ്യമന്ത്രി ഇതുവരെ നമ്മുടെ അറിവ് നമുക്കറിയില്ല. നമ്മുടെ അറിവ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല, പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല, പാർട്ടിക്കാരോട് പറഞ്ഞിട്ടില്ല, മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല. എന്തിനാണ് അത് മൂടിവെച്ചത്? പിന്നെ ഇത് സെറ്റിൽ ചെയ്യാണ് ചെയ്തത്. ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് CPM BJP ബാന്ധവമുണ്ട്. ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. ഇക്കാര്യം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടി. 16-ന് ബഹ്റിനിലാണ് ആദ്യ പരിപാടി. റിയാദ്, ഒമാൻ, മസ്കറ്റ്, സലാല, ഖത്തർ, കുവൈറ്റ്, അബുദാബി എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഒക്ടോബർ 15 മുതൽ നവംബർ 9 വരെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനം. നേരത്തെ കേന്ദ്ര അനുമതി നിഷേധിച്ചിരുന്നു. 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹമാസ് ബന്ദികളാക്കിയവർ ഇസ്രായേലിൽ തിരിച്ചെത്തി. 20 പേരിൽ 7 പേരെയാണ് ഹമാസ് ആദ്യഘട്ടത്തിൽ മോചിപ്പിച്ചത്. ബാക്കി 13 പേരും ഇന്ന് തന്നെ ഇസ്രായേലിലെത്തും. 2000-ഓളം പലസ്തീനികളും ഇന്ന് മോചിതരാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേലിൽ വൻ വരവേൽപ്പാണ് കിട്ടിയത്. ബെൻ ഗൂരിയോൺ എയർപോർട്ടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ സ്വീകരിച്ചു.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രായേലിൽ വൻ വരവേൽപ്പാണ് കിട്ടിയത്. ബെൻ ഗൂരിയൻ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ടെൽ അവീവിലെ ബീച്ചിൽ താങ്ക് യു ട്രംപ് എന്ന് എഴുതി വെച്ചാണ് ഇസ്രായേലികൾ അമേരിക്കൻ പ്രസിഡന്റിന് നന്ദി അറിയിച്ചത്. ഇസ്രായേലിന്റെ പരമോന്നത ബഹുമതി നൽകി രാജ്യം ട്രംപിനെ ഇന്ന് ആദരിക്കാൻ പോവുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ബന്ദിമോചനം ഇന്നത്തോടെ പൂർത്തിയാവുകയാണല്ലോ. ഇസ്രായേലിൽ ഹമാസ് തടവിലാക്കിയ 20 ബന്ദികളെ അതിൽ ആദ്യഘട്ടത്തിൽ 7 പേരെ മോചിപ്പിച്ചു. വളരെ ആഹ്ലാദത്തോടുകൂടി ഇസ്രായേലി ജനത, അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 737 ദിവസമാണ് ഹമാസിന്റെ ഇരുട്ടറയിൽ ഈ ബന്ദികൾക്ക് കഴിയേണ്ടി വന്നത്. എന്തൊക്കെയായിരുന്നു ബന്ദിമോചനത്തിന്റെ വിവരങ്ങൾ? മഞ്ജുഷ്, ഇപ്പോൾ ബന്ദിമോചനത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അതിൽ 7 പേരെ ഹമാസ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് കടത്തിവിട്ടു. അവർ ഇപ്പോൾ ഇസ്രായേലിലെ പ്രത്യേകം സജ്ജീകരിക്കുന്ന ആശുപത്രിയിൽ ആ 7 പേരും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവരുമായി, ഈ ബന്ദികളുമായിട്ട്, ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ടവരുമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ വീഡിയോ കോൾ ചെയ്തിരിക്കുന്നു. അവർ അവരുടെ സന്തോഷം പങ്കുവച്ചു. ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അവരുടെ വീടുകളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ടെൽ അവീവിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഡൊണാൾഡ് ട്രംപിന് ആദരമർപ്പിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത്. താങ്ക് യു ട്രംപ് എന്ന് ട്രംപിന്റെ പടവും കൂടെ വരച്ച് ഇസ്രായേലിന്റെ തെരുവീതികളിൽ ടെൽ അവീവിലടക്കം അവിടെ ഇപ്പോൾ തറയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കൂടെ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ പറന്നു വരുന്ന ഡൊണാൾഡ് ട്രംപ് അത് വായിക്കുകയും ചെയ്തു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പങ്കുവച്ചിരുന്നു. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേലിൽ എത്തിയിരിക്കുകയാണ്. ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവും എല്ലാവരും ചേർന്നിട്ട് അദ്ദേഹത്തെ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരുക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ബാക്കിയുള്ള 13 പേരെയും കൂടി ഹമാസ് മോചിപ്പിക്കും. അതിനൊപ്പം തന്നെ ഇസ്രായേൽ പിടിച്ചു വച്ചിരിക്കുന്ന പലസ്തീൻകാരെയും, അതായത് 1700ഓളം തടവിലാക്കപ്പെട്ടവരും അതുപോലെ ജീവിതാവസാനം വരെ, ജീവപര്യന്തം വരെ ഇസ്രായേലിലെ ജയിലിൽ കഴിയേണ്ടി വരുന്ന 250 പേരെയും ഇത്തവണ ഇസ്രായേൽ ഗാസയിലേക്ക് തിരിച്ചയക്കും. അങ്ങനെ വലിയ രീതിയിലുള്ള ബന്ദിമോചനം നടക്കും. അങ്ങനെ ഗാസ സമാധാന കരാറിന്റെ വ്യവസ്ഥയിലെ ആദ്യ ഘട്ടം ഇന്ന് ഇവിടെ അവസാനിക്കും. ഇതിനുശേഷം ഇന്ന് തന്നെ ഡൊണാൾഡ് ട്രംപും അതുപോലെ ഈജിപ്തും ഒരുമിച്ച് അധ്യക്ഷത വഹിക്കുന്ന ഒരു സമ്മിറ്റ്, ഗാസ സമ്മിറ്റ് ഈജിപ്തിൽ നടക്കും. ആ സമ്മിറ്റിന് ശേഷമാകും രണ്ടാം ഘട്ടം എങ്ങനെ നടപ്പിലാക്കുക, ഈ സമാധാന വ്യവസ്ഥയുടെ രണ്ടാം ഘട്ടം ഏത് തരത്തിൽ നടപ്പാവുക, അതുപോലെ ബാക്കിയുള്ള ഗാസയുടെ ഭാവി എങ്ങനെയാണ്, ഗാസയുടെ റീകൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഉച്ചകോടിയിലായിരിക്കും അവിടെ സംസാരിക്കുക. അതിലൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. ഇന്ത്യയുടെ പ്രതിനിധികളടക്കം, ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും പ്രതിനിധികളടക്കം, അറബ് രാജ്യങ്ങളിലെ പ്രതിനിധികളടക്കം 20-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഈ സമ്മിറ്റിൽ, ഈ ഉച്ചകോടിയിൽ പങ്കുചേരുക. ഇന്ന് തന്നെ നടക്കുന്ന ഇതിലൊരു തീരുമാനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഗാസയുടെ സമാധാനവും അതിനുശേഷം ഗാസയുടെ ഗവേണൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിലടക്കം തീരുമാനമുണ്ടാകും. ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് രണ്ടാം ഘട്ടമായ ഹമാസിന്റെ നിരായുധീകരണമാണ്. അക്കാര്യത്തിൽ ഹമാസ് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ ഇനി ബന്ദിമോചനം കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലും അവർ ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും കഴിഞ്ഞ ഒക്ടോബർ 7, 2023 മുതൽ ഈ കഴിഞ്ഞ 2 വർഷം ഗാസയിലും അതുപോലെ തന്നെ ടെൽ അവീവിലും നടന്ന പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും അവരുടെ സങ്കടങ്ങൾക്കും ഒരു താത്കാലികമായെങ്കിലും ഒരു അറുതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സന്തോഷകരമായ വിവരം. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി അംഗീകരിച്ചതോടുകൂടി ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള നടപടികളും തുടങ്ങി. 7 പേരെയാണ് ഹമാസ് മോചിപ്പിച്ചത്. ബാക്കി 13 പേരെ ഇന്ന് തന്നെ മോചിപ്പിക്കും. അതേസമയം തന്നെ ഇസ്രായേലിൽ തടവിലായിരുന്ന 1966 പലസ്തീനികളെയും വിട്ടയക്കുവാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ താൻ വിദഗ്ധനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലും ഹമാസും തമ്മിലേത് താൻ അവസാനിപ്പിച്ച 8ാമത്തെ യുദ്ധമാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും യുദ്ധം നടക്കുന്ന കാര്യം അറിഞ്ഞുവെന്നും ഗാസ വിഷയം കഴിഞ്ഞാൽ അതിലേക്കാണ് താൻ കടക്കാൻ പോകുന്നതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. This will be my 8th war that I've solved. And I hear there's a war now going between Pakistan and Afghanistan. I said, I'll have to wait till I get back. I'm doing another one because I'm good at solving wars. I'm good at making peace. And it's an honor to do it. I saved millions of lives. Millions of lives. Now, in all fairness to the Nobel Committee, it was for 2024. And this was picked for 2024. But there are those that say you could make an exception because a lot of things happened
during 25 that are done and complete and great. But I did this not for Nobel. I did this for saving lives. കരൂർ ദുരന്തം CBI അന്വേഷിക്കും. സുപ്രീം കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഇത് തമിഴ്നാട് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നായിപ്പോയി. കാരണം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ സംഭവം, ഈ അന്വേഷണം നടക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ദുരന്തത്തിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ എന്ന കാര്യം പുറത്തു വരുമ്പോൾ അത് തിരിച്ചടി ഉണ്ടാകും എന്നാണല്ലോ തമിഴ്നാട് സർക്കാരിന്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മഞ്ജുഷ, അതുതന്നെയാണ് സാഹചര്യം. എന്തായാലും സുപ്രീം കോടതിയുടെ ഇന്നത്തെ തീരുമാനം രണ്ട് രീതിയിലാണ് പ്രതിസന്ധി ഉണ്ടാവുന്നത്. ഒന്ന്, CBI പോലെ ഒരു കേന്ദ്ര ഏജൻസി ഈ കരൂർ സംഭവം അന്വേഷിക്കുന്നു. മാത്രമല്ല, സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം കൂടി ഇക്കാര്യത്തിലുണ്ട്. ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയെ തന്നെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. തമിഴ്നാട് സർക്കാരിന് ഇക്കാര്യത്തിൽ തിരിച്ചടി ഉണ്ടാവുന്നത് കാരണം ഈ ദുരന്തത്തിന് വഴിവെച്ചത് സർക്കാരിന്റെ ചില തീരുമാനങ്ങൾ കൂടിയാണ് എന്ന ആക്ഷേപമുണ്ട്. TVK നേരത്തെ തന്നെ ഈ ആക്ഷേപം ഉന്നയിച്ചതാണ്. സ്വാഭാവികമായും CBIയുടെ അന്വേഷണത്തിൽ ഈ വിഷയങ്ങൾ കൂടി കടന്നു വരുമ്പോൾ അത് സർക്കാരിനെതിരായ ചില പരാമർശങ്ങൾ ഉണ്ടായാൽ പോലും അത് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുക. TVK വിജയുടെ പാർട്ടി തമിഴക രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടലുകൾ പൊതുവിൽ അവിടുത്തെ DMK അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തോടുകൂടി വിജയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അല്പം പിന്നോട്ട് പോക്ക് ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിനൊടുവിൽ അത് സർക്കാരിനെതിരായ ചില പരാമർശങ്ങൾ കൂടി ഉണ്ടാവുമെങ്കിൽ സർക്കാരിനുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ഈ CBI അന്വേഷണ നീക്കത്തെ സർക്കാർ എതിർത്തിരുന്നു. പക്ഷേ അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് TVKയുടെ ഹർജി സുപ്രീം കോടതിയിലെത്തിയത്. ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് അത് അക്രമാസക്തമായിരിക്കുകയാണ്, സംഘർഷമുണ്ടായിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസുമായി യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിഷേധം യുവമോർച്ച കടുപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് പ്രതിഷേധം നടക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലും യുവമോർച്ച പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. അവരെ തടയുവാനുള്ള ശ്രമം പോലീസും നടത്തുകയാണ്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. ഡാൻ, എന്തെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ യുവമോർച്ച ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തുന്നത്? സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ച് അല്പസമയത്തിന് മുമ്പ് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിയത്. പതിവിൽ നിന്ന് വിപരീതമായി മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായി ഇവിടേക്ക് എത്തിയിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കളും ഈ പ്രതിഷേധ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് തിരിഞ്ഞതിന് പിന്നാലെയാണ് പ്രവർത്തകനും പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് സാഹചര്യം മാറിയത്. പോലീസിന് നേർക്ക് വടികളും തൊടികളും കമ്പുകളും വലിച്ചെറിഞ്ഞ് തുടങ്ങിയതോടെയാണ് പോലീസ് ചെറുത്തുനിൽപ്പ് ആരംഭിച്ചത്. 2-3 പ്രാവശ്യം പോലീസ് ജലപീരക്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് സമീപം സംഘടിച്ചെത്തിയ പ്രവർത്തകർ വീണ്ടും പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇപ്പോഴും MG റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം സെക്രട്ടേറിയറ്റിന്റെ 4 ഗേറ്റുകൾക്ക് മുമ്പിലും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. പോലീസിന് നേർക്ക് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ MG റോഡ് ഉപരോധിക്കുകയാണ്. മഞ്ജു, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. യുവമോർച്ചയുടെ മാർച്ചാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് യുവമോർച്ച ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്.
ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ട് 2 എഫ്ഐആറുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ആരോപണ വിധേയരായ ദേവസ്വം ഉദ്യോഗസ്ഥരെയുമാകും ആദ്യം ചോദ്യം ചെയ്യുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 2 എഫ്ഐആറുകളിലാണ് പ്രത്യേക അന്വേഷണ സംഘം വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നോട്ടീസ് നൽകിയ ശേഷം ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരിക്കും ചെയ്യുകയെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതിനുശേഷമായിരിക്കും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 10 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം എത്തുക. അവരെയും വിശദമായി ചോദ്യം ചെയ്യും. തുടർന്നാകും 2019 ഭരണസമിതി, അതായത് 2ാമത്തെ എഫ്ഐആറിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2019 ഭരണസമിതി അംഗങ്ങളെ, അധ്യക്ഷനെയും ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സമാന്തരമായി ഈ വിഷയം സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കുന്നത്. അതിൽ തന്നെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ED പരിശോധിക്കും. അതിന് പിന്നാലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനിടയായ സാഹചര്യം, അതിലെ വകുപ്പുകൾ, എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതുൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നീട്ടുന്നത്. അങ്ങനെയെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ വിഷയത്തിലേക്ക് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതോടെ കുരുക്ക് മുറുകുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതോടൊപ്പം ഈ സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവർക്കും എന്ന് വേണം പറയാൻ. നിലവിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഉദ്യോഗസ്ഥരും വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടന്ന ഗൂഢാലോചനയാണ് ഈ സ്വർണ്ണപ്പാളി മോഷണത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഭരണസമിതിയുടെ പ്രേരണയോ അറിവോ ഇല്ലാതെ അങ്ങനെ സ്വർണ്ണപ്പാളി അവിടുന്ന് മോഷ്ടിക്കപ്പെടുകയില്ല എന്ന വിജിലൻസിന്റെ, ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് വളരെ ഗൌരവത്തോടെ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണം നടത്തുന്നതിനിടയിൽ ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിന്റെ 2019 ചുമതലയിലുണ്ടായിരുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അടക്കം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ശബരിമല സന്നിധാനത്ത് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ തുടരുകയാണ്. സന്നിധാനത്തെ കണക്കെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം കൂടി സംഘം പരിശോധിക്കും. അയ്യപ്പന് ഭക്തർ നൽകിയ വഴിപാട് വസ്തുക്കൾ, സ്വർണം ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള രജിസ്റ്ററുകളും മഹസറുകളുമാണ് കഴിഞ്ഞ 3 ദിവസമായി പരിശോധിക്കുന്നത്. രേഖകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകും. സ്വർണ്ണപ്പാളി വിവാദം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘവും സന്നിധാനത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തത് CPM-നെ പ്രതി ചേർത്തതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഭരണസമിതിയും ശ്രമിച്ചത്. മുൻപ് പിടിക്കപ്പെടാത്തതുകൊണ്ട് വീണ്ടും കളവ് നടത്താനായിരുന്നു ശ്രമമെന്നും VD സതീശൻ ആരോപിച്ചു. അപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ പ്രതിയായി, അത് CPM പ്രതിയാകുന്നതിന് തുല്യമാണ്. മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം. വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് വരികയുള്ളൂ. ഒക്ടോബറിലെ കോടതി വിധിയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ മറികടന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വലിയ നിഷ്കളങ്കനായി ഭാവിക്കുന്നുണ്ടല്ലോ. തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞാണ് മദ്രാസിലേക്ക് കൊടുക്കരുത്, ഇവിടെ വെച്ച് തന്നെ ചെയ്യണമെന്ന്. അതിനെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീണ്ടും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തി വീണ്ടും കള്ളന്റെ കയ്യിൽ തന്നെ താക്കോലേൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ വിവരം അവർക്ക് അറിഞ്ഞിട്ടും അവർ ചെയ്തത്? ഇവരെല്ലാം ഉത്തരവാദികളാണ്. അന്ന് കട്ടത് ആരും അറിഞ്ഞില്ല, അതുകൊണ്ട് വീണ്ടും കക്കാനുള്ള പ്ലാനായിരുന്നു ഇപ്പൊ വീണ്ടും ചെയ്തത്. സാമൂതിരിയുടെ നിയന്ത്രണത്തിലുള്ള തിരൂർ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ സാമ്പത്തിക ക്രമക്കേടെന്ന ആരോപണം. 2021 ശേഷം ക്ഷേത്രത്തിൽ ഓഡിറ്റ് നടത്തിയിട്ടില്ല. ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകളും സ്വർണം, വെള്ളി ആഭരണങ്ങളുടെയും ഉരുപ്പടികളുടെയും കണക്കുകളും പരിശോധിക്കണം എന്നാണ് ആവശ്യം. മുൻപ് ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥനെ മാപ്പപേക്ഷയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചെടുത്തു. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ പുനഃപരിശോധന വേണമെന്നാണ് ക്ഷേത്ര ഭക്തജന സമിതിയുടെ ആവശ്യം.
ശ്രീ സുനിൽകുമാർ എന്നുള്ള ആൾ ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രകാരം ഏകദേശം 10 ലക്ഷം രൂപയുടെ മുകളിൽ 8 ലക്ഷം ടു 10 ലക്ഷം രൂപയുടെ അടുത്ത് ഇവിടുന്ന് പോയിട്ടുണ്ട്, ഫണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ച് അടയ്ക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. അതിന് പുറമെ ഇദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്തിരുന്നു. സസ്പെൻഷൻ മാത്രമല്ല, അന്വേഷണ വിധമായിട്ട് ആദ്യം സസ്പെൻഡ് ചെയ്തു, അതിനുശേഷം ഡിസ്മിസിലാക്കി. ഈ ഡിസ്മിസ് ചെയ്ത ആളെനെ വീണ്ടും ഇതിൽ യാതൊരു ഫണ്ടും തിരിച്ചു വരാതെ, റിക്കവറി നടക്കാതെ, അന്വേഷണം നടക്കാതെ അദ്ദേഹത്തിനെ തിരിച്ചെടുത്തിട്ടുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യം. ഒരു ഇന്ത്യൻ നിയമപ്രകാരം നമ്മളൊരു കുറ്റം ചെയ്തിട്ട് മാപ്പപേക്ഷ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കുറ്റമാണ് സാധൂകരിക്കപ്പെടുക? അങ്ങനെ സാധൂകരിക്കാൻ പാടില്ലല്ലോ. തെറ്റല്ലേ. തെറ്റിന് ശേഷം മാപ്പപേക്ഷ കൊടുത്തു എന്നുള്ളതാണ് ഓർഡറിൽ പറയുന്നുണ്ട്. മാപ്പപേക്ഷ കൊടുത്ത പ്രകാരം തിരിച്ചെടുത്തിരിക്കുന്നത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല. നമ്മളെ ദേവസ്വം, ഈ തൃക്കണ്ടിയൂർ ദേവസ്വത്തിൻ്റെ ഫണ്ടിലേക്ക് റിക്കവറി ആയിട്ടുള്ള യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. തൃക്കണ്ടിയൂർ ഏകദേശം ഇപ്പോൾ 2021 വരെയുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രകാരം തന്നെ 10 ലക്ഷത്തിൻ്റെ രൂപയുടെ അടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ആവാനേ സാധ്യതയുള്ളൂ. അതിനുശേഷം ഒരുപാട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഫണ്ടുകൾ പല രീതിയിൽ തിരിമറി ചെയ്തതായിട്ടാണ് കാണുന്നത്. മൾട്ടി വൗച്ചറുകളായിട്ടും അതുപോലെ തന്നെ ഇവിടെ വന്ന സ്പോൺസറിങ്ങുകൾക്ക് രേഖയില്ലാതെയും, പിന്നെ ഇൻവെൻട്രി രജിസ്റ്റർ ഇല്ല, ഭൂസ്വത്തുകൾക്ക് രേഖകളില്ല, ഒന്നിനും ഒരു രജിസ്റ്ററും കീപ്പ് ചെയ്യാതെ ഇവിടെ കുത്തഴിഞ്ഞ ഡേ ബുക്ക് വരെ ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ ദേവൻ്റേതായിട്ടുള്ള സ്വർണം, വെള്ളി, പാരമ്പര്യമായിട്ടുള്ളതും വഴിപാട് വരുന്നതുമായിട്ടുള്ള പിന്നെ അസറ്റുകളുണ്ട് ഭഗവാന്റെ. അതിൽ വിളക്ക് വിടും, ഓട്ടുവിളക്കുകൾ, കുത്തുവിളക്കുകൾ, ഇങ്ങനത്തെ സംഭവങ്ങൾ. ഇതിലൊന്നും യാതൊരു കണക്കോ കാര്യങ്ങളോ ഇല്ല. 2019 നടത്തിയ ഓഡിറ്റ് പരിശോധനയ്ക്ക് ശേഷമാണ് അന്നത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഡിസ്മിസ് ചെയ്യുകയും ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിൽ നടത്തിയ കാര്യങ്ങളിൽ ഇതിൽ ക്രമക്കേടുകളുണ്ട് എന്നാണ് കണ്ടെത്തിയത്. അത് പണത്തിൻ്റെ കാര്യത്തിലായിട്ട്, നിത്യ ചെലവുകളുടെ കാര്യത്തിൽ, അതേപോലെ താൽക്കാലികത്തിന് ജോലിക്ക് ആളെ വെച്ച കാര്യത്തിൽ, വരവ് ചെലവുകളുടെ കാര്യത്തിൽ തുടങ്ങി വിവിധ കാര്യങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു നടപടി ഉണ്ടായിരുന്നത്. ഇതിന് അദ്ദേഹം നൽകിയ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലെന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവും പുറത്തിറക്കി. സാമൂതിരി രാജ ട്രസ്റ്റിനാണ് ഈ ഉത്തരവും പുറത്തിറക്കിയത്. എന്നാൽ പിന്നീട് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും, സുനിൽകുമാർ കോടതിയെ സമീപിക്കുകയും താൻ മൂലമുണ്ടായ കാര്യങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും റീ ഓഡിറ്റ് നടത്തി എന്തെങ്കിലും ഈ അപാകതകൾ, ക്രമക്കേടുകൾ, സാമ്പത്തിക നഷ്ടം ഉണ്ടെങ്കിൽ കണ്ടെത്തിയാൽ തിരിച്ചടയ്ക്കാമെന്ന് സാമൂതിരിക്ക് സത്യവാങ്മൂലം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരിച്ച് സർവീസിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ വലനാട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ തിരിച്ചെടുത്ത നടപടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന ചോദ്യമാണ് ഭക്തജന സംഘം ഉന്നയിക്കുന്നത്. ക്രമക്കേട് കണ്ടെത്തിയെങ്കിൽ അത് തിരിച്ചടയ്ക്കുമെന്നൊരു സത്യവാങ്മൂലം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സർവീസ് തിരിച്ചെടുത്തത് ശരിയാണോ, അത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2021 ശേഷം തൃക്കണ്ടിയൂരിൽ ഒരു ഓഡിറ്റ് നടന്നിട്ടില്ല. ആ ഓഡിറ്റ് നടത്തി ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം, വരവ് ചെലവ് കണക്കുകൾ, നഷ്ടമുണ്ടായെങ്കിൽ അത് എത്ര എന്നുള്ളത് കണ്ടെത്തണമെന്നൊരു ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെങ്കിൽ പോലും മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും സാമൂതിരി ട്രസ്റ്റിനാണ് ആ ക്ഷേത്രത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള അവകാശമുള്ള, അധികാരമുള്ളത്. ആളുകളെ ജോലിക്ക് വെക്കുന്നതും അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ട്രസ്റ്റാണ്. അപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് പൂർണ്ണമായിട്ടും ഇതിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒരുപോലെ തന്നെ ഇടപെട്ട് ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. എന്തുതന്നെയാണെങ്കിലും സാമൂതിരി ട്രസ്റ്റിന് കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും സമാനമായ സാഹചര്യം ഉണ്ടെന്നും ഭക്തജന സംഘം ആരോപിക്കുന്നുണ്ട്. ആ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൂടി ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് ക്ഷേത്രത്തിൻ്റെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ശക്തമായിട്ട് ഉയരുന്നത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ ദേവസ്വം AOയ്ക്കും മേൽശാന്തിക്കും നോട്ടീസ്. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറാണ് നോട്ടീസ് നൽകിയത്. അതേസമയം കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയ്ക്ക് പിന്നാലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും കീഴ്ശാന്തി ചുമതല വഹിക്കുന്ന ആൾക്കുമാണ് നോട്ടീസ് നൽകിയത്. വിശദീകരണത്തിന്മേൽ തുടർ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം നടന്ന വിജിലൻസ് പരിശോധനയിൽ കരിപ്രസാദം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിക്കേണ്ട ജീവതയും നെറ്റിപ്പട്ടവും കൂടാതെ പൂജാ സാധനങ്ങളും കണ്ടെത്തിയിരുന്നു. വാടക വീട്ടിൽ നിന്നും ദേവസ്വം കെട്ടിടത്തിന് മുകളിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ മറ്റൊരിടത്തേക്ക് മാറ്റി സീൽ ചെയ്തു.
ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധന നടത്തും. കണ്ടെത്തിയ നെറ്റിപ്പട്ടം കൊട്ടാരക്കര കൃഷ്ണൻകുട്ടി എന്ന പ്രസിദ്ധമായ ആനയുടേതാണെന്നാണ് സംശയം. അന്വേഷണം സുതാര്യമായിരിക്കണമെന്നാണ് ഹൈന്ദവ സംഘടനകളും BJPയും ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ വൻ ഭക്തജന പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 കൊട്ടാരക്കര. സംസ്ഥാനത്ത് ഒരു പുതിയ ജനതാ പാർട്ടി കൂടി വരുന്നു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരിൽ പാർട്ടി പ്രഖ്യാപനം നവംബർ 2-ന് എറണാകുളത്ത് നടക്കും. BJPയുമായി ചേർന്ന ദേശീയ നേതൃത്വത്തോട് പൂർണ്ണമായും ബന്ധം വിച്ഛേദിച്ചാണ് ജനതാദൾ എസ് നേതാക്കൾ പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. ഇന്നലെ ചേർന്ന സംസ്ഥാന നേതൃയോഗം പാർട്ടി രൂപീകരണ നിർദ്ദേശത്തിന് അംഗീകാരം കൊടുത്തു. കർണാടകത്തിലും കേന്ദ്രത്തിലും BJPക്കൊപ്പം കേരളത്തിൽ CPM നയിക്കുന്ന ഇടതുമുന്നണിയിലും അസാധാരണ പ്രതിസന്ധിയാണ് കേരളത്തിലെ ജനതാദൾ എസ് നേരിട്ടിരുന്നത്. ദേശീയ പാർട്ടിയുമായി ബന്ധം വിച്ഛേദിക്കുമെന്ന് പലതവണ പറഞ്ഞെങ്കിലും സാങ്കേതികമായി അതിന് കഴിഞ്ഞിരുന്നില്ല. പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച 2 MLA-മാർ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷിയിലുണ്ട്. മാത്യു ടി തോമസും K കൃഷ്ണൻകുട്ടിയും. ജനതാദൾ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് മാത്യു ടി. പുതിയ പാർട്ടി രൂപീകരിച്ചാലോ മറ്റേതെങ്കിലും പാർട്ടിയിൽ ലയിച്ചാലോ രണ്ടുപേരും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാകുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു. അതൊഴിവാക്കിയാണ് ഇപ്പോഴത്തെ നീക്കം. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരിൽ പാർട്ടിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ചക്രത്തിനുള്ളിൽ ഒരില ചിഹ്നമായി ലഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചിട്ടുണ്ട്. മുകളിൽ പച്ചയും താഴെ വെള്ളയും അതാകും പുതിയ പാർട്ടിയുടെ പതാക. കൂറുമാറ്റ ഭീഷണി ഒഴിവാക്കാൻ മാത്യു ടി തോമസും K കൃഷ്ണൻകുട്ടിയും ആദ്യഘട്ടത്തിൽ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് വരില്ല. പാർട്ടി രജിസ്റ്റർ ചെയ്തയാൾ സ്ഥാപക പ്രസിഡന്റാകും. ഈ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞ ശേഷം മാത്യു ടി തോമസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനാണ് ആലോചിക്കുന്നത്. നിലവിലെ ഭാരവാഹികൾ അതേ സ്ഥാനങ്ങളിലും പദവികളിലും തുടരും. കൂടുതൽ പേരെ ഭാരവാഹികളായി പരിഗണിക്കുന്നുമുണ്ട്. ശ്രേയാംസ് കുമാർ നയിക്കുന്ന ജനതാ പാർട്ടിയുമായി ലയിക്കാനുള്ള ആലോചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതും പാതിവഴിയിൽ നിലച്ചു. പുതിയ പാർട്ടി രൂപീകരിക്കുന്നതോടെ ദേശീയതലത്തിലും സംസ്ഥാനത്തും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന മുന്നണികൾക്കൊപ്പം എന്ന പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലെ ജനതാ പാർട്ടി രക്ഷപ്പെടും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. കൊല്ലം സ്വദേശിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇതോടെ ഈ മാസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4 ആയി. 4 ദിവസത്തിനിടെ തെക്കൻ കേരളത്തിൽ 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേർ മരിച്ചു. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിന് മുൻപ് മദ്യലഹരിയിൽ അർച്ചനയെ ആൺ സുഹൃത്ത് മർദ്ദിച്ചതിന്റെ തെളിവുകളും പുറത്തുവന്നു. ഫയർഫോഴ്സുകാരൻ കയറി പിടിച്ചിറങ്ങിയതിന് ശേഷമാണോ? ഇറങ്ങിയ ശേഷം പൊക്കി കയറ്റി ഒരുവിധം ഓയി അത്ര ആയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് വീണത്. പൊങ്ങി പിന്നെ ഇങ്ങനെ വലിക്കണിടയിൽ ഇത് കട്ട ഇടിഞ്ഞപ്പോൾ ഒരു കട്ട ഇടിഞ്ഞ് ഒരാൾക്ക് ഇതായി. പിന്നെ ബാക്കി ഒന്നുകൂടി അമർത്തി വലിച്ചപ്പോഴേക്കും ബാക്കി കട്ടകളായപ്പോൾ ഇവിടെ നിന്ന് അവനും കൂടി വീണു. അതാണ് പറ്റിയത്. ഞാൻ ഈ അറ്റത്തായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന സാറും ഇങ്ങനെ വലിച്ച് സാറ് വീഴാൻ പോയപ്പോൾ വലിച്ചതാണ്. ഞാനും പോയതിനകത്ത്. നെടുവത്തൂർ ആനക്കൂട്ടർ സ്വദേശിനിയായ അർച്ചനയാണ് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് കിണറ്റിൽ ചാടിയത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശിവകൃഷ്ണൻ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നും ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. ഈ സമയത്താണ് ആൺസുഹൃത്ത് കിണറിൻ്റെ കൈവരി തകർന്ന് കിണറിനുള്ളിലേക്ക് വീണത്. അപ്പോൾ വലിയ കരിങ്കല്ല് വന്ന് പതിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണിക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ഫയർഫോഴ്സ് സംഘം ഉടൻ തന്നെ സോണിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ 3 പേരുടെയും ജീവൻ പൊലിയുകയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചതിൻ്റെ ഫലമായിട്ടാണ് അർച്ചന അർദ്ധരാത്രിയോടുകൂടി കിണറ്റിൽ ചാടുകയും ഫയർഫോഴ്സ് സംഘം രക്ഷിക്കാനെത്തി. രക്ഷിച്ച് ഏകദേശം മുകളിലെത്തിയ സമയത്താണ് ഇതിൻ്റെ കിണർ ഇടിഞ്ഞ് ഒരു 3 പേരും താഴോട്ട് പതിച്ചതെന്നാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന നാട്ടുകാരടക്കം പറയുന്നത്. കൊട്ടാരക്കര, കുണ്ട്ര, കൊല്ലം എന്നീ 3 യൂണിറ്റുകൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 3 കുട്ടികളുടെ അമ്മയാണ് അർച്ചന. ഇന്നലെ രാത്രിയിൽ ആൺസുഹൃത്തുമായി വഴക്കിട്ടതിനെ തുടർന്നായിരുന്നു
അർച്ചന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാണ് കുട്ടികൾ മൊഴി നൽകിയിരിക്കുന്നത്. അർച്ചനയ്ക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റതിൻ്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ്പി അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 3 പേരുടെയും മൃതശരീരങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. കോട്ടയം സ്വദേശി അനന്തു അജിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ തീരുമാനം. RSS ക്യാമ്പുകളിൽ ലൈംഗിക ചൂഷണം നേരിട്ടെന്നായിരുന്നു അനന്തുവിന്റെ ആത്മഹത്യാ കുറിപ്പ്. കോട്ടയം തമ്പലക്കാട് സ്വദേശി അനന്തു അജി ഈ മാസം ഒക്ടോബർ 9 തമ്പാനൂരിലെ ലോഡ്ജിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. RSSന്റെ OTC ശാഖകളിൽ പങ്കെടുത്തിരുന്നയാളാണ്. 4 വയസ്സ് മുതൽ ശാഖകളിൽ വെച്ച് താൻ പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് അനന്തു ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തിട്ട മരണക്കുറിപ്പിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സമയം മരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി വിവരങ്ങൾ ആത്മഹത്യാ കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടാണ്, സാമൂഹ്യ മാധ്യമത്തിലൂടെ ആളുകളെ അറിയിച്ചുകൊണ്ടാണ് അനന്തു ആത്മഹത്യ ചെയ്തത്. ദീർഘനാൾ RSS പ്രവർത്തകനായിരുന്നു താൻ. 4-ാം വയസ്സ് മുതൽ RSS ക്യാമ്പുകളിലും RSS ശാഖകളിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ളയാളാണ്. അത്തരമൊരു കുടുംബ പശ്ചാത്തലം കൂടിയുള്ള ആളാണ്. വലിയ പീഡനമാണ് RSSന്റെ ക്യാമ്പുകളിൽ നടക്കുന്നത്. ഇപ്പോഴും നിരവധി കുട്ടികൾ അത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ശാരീരികമായി ലൈംഗിക പീഡനത്തിനപ്പുറത്തേക്ക് ശാരീരികമായ ഉപദ്രവവും ദണ്ടുപയോഗിച്ചുള്ള മർദ്ദനവും ഒക്കെ പലർക്കും കേൾക്കേണ്ടി വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും പുറത്തു വരണം. RSSകാരായ ആരെയും വിശ്വസിക്കരുത്, സ്വന്തം പിതാവാണെങ്കിൽ പോലും വിശ്വസിക്കരുത് തുടങ്ങി RSSന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അനന്തു ആത്മഹത്യ ചെയ്തത്. അസ്വാഭാവിക മരണത്തിനാണ് തമ്പാനൂർ പോലീസ് നേരത്തെ കേസെടുത്തത്. കോട്ടയത്തും CPM-ഉം DYFI-യും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. അത് തമ്പാനൂർ പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് ഈ ലൈംഗിക പീഡന കുറ്റം കൂടി, ഇതിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി പ്രതികൾക്കെതിരെ ചുമത്തുകയാണ്. പ്രതികളുടെ ആരുടെയും പേരെടുത്ത് പറയാൻ ഇപ്പോൾ ഓർമ്മയില്ല എന്നാണ് അനന്തു തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഗുരുതരമായ സംഭവമായതുകൊണ്ട് അത്തരത്തിൽ അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. ദേശീയതലത്തിൽ മരണ വാർത്ത, ഈ ആത്മഹത്യാ വാർത്ത ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കുട്ടികളെ RSSന്റെ ക്യാമ്പുകളിൽ, OTC ക്യാമ്പുകളിൽ അടക്കം അയക്കുന്നത് കേരളത്തിൽ വലിയ രീതിയിൽ പ്രചാരത്തിലുള്ള കാര്യമാണ്. രാജ്യത്തിന് ഏറ്റവും അധികം RSS ശാഖകളുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. അവിടെ ഇത്തരത്തിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്നും അതീവ ഗുരുതര സ്വഭാവമുള്ള വിഷയമായി ദേശീയതലത്തിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. സംസ്ഥാനത്ത് നേരത്തെ DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള വിഷയം ഉന്നയിച്ച് പോലീസിൽ പരാതി നൽകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. RSSന്റെ ഔദ്യോഗിക പ്രതികരണമോ സംസ്ഥാനത്ത് BJPയുടെ ഔദ്യോഗിക പ്രതികരണമോ വിഷയത്തിൽ ഇനിയും ഉണ്ടായിട്ടില്ല. അനന്തുവിന്റെ കുടുംബാംഗങ്ങളും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ ചില RSS ഹാൻഡിലുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഗുരുതര സ്വഭാവമുള്ള വിഷയമായി തന്നെയാണ് സംസ്ഥാനത്ത് പോലീസ് ഇതിനെ കാണുന്നതും അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ RBIയുടെ ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. നിക്ഷേപ തുക ഉപയോഗിച്ച് BLM തൃശൂരിലെ രാഗം തിയേറ്റർ വാങ്ങിയതിന്റെ രേഖകൾ ന്യൂസ് 18 കിട്ടി. തൃശൂർ സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് 50 സെന്റ് സ്ഥലവും കെട്ടിടവും 70 കോടി രൂപയ്ക്കാണ് BLM വാങ്ങിയത്. പിന്നീട് ഈ സ്ഥലം ഈടുവെച്ച് ചെന്നൈയിലെ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് 50 കോടി രൂപ വായ്പ എടുത്തതായും EDക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. BLMന്റെ കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം ഇത്തരം സാമ്പത്തിക തിരിമറികളും അന്വേഷണ പരിധിയിലാണ്. തൃശൂർ നഗരഹൃദയത്തിലുള്ള രാഗം തിയേറ്ററും 50 സെന്റോളം സ്ഥലവും 2024 ഒക്ടോബറിലാണ് BLM വാങ്ങിയത്. നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച 70 കോടി 50 ലക്ഷം രൂപ ഇതിനായി ചെലവഴിച്ചു. പിന്നീട് ഈ സ്ഥലം ഈടായി നൽകി ചെന്നൈയിലെ 2 ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് 50 കോടി രൂപ വായ്പയെടുത്തതായി രജിസ്ട്രേഷൻ വകുപ്പിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. 2024 ഡിസംബർ 23-നാണ് ഈ ഇടപാട് നടന്നതെന്നാണ് വിവരം. സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് രാഗം തിയേറ്റർ വാങ്ങിയെന്നും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഷെയർ സ്വന്തമാക്കിയെന്നും പറയുന്ന BLM നിക്ഷേപകരെ അറിയിക്കാതെയാണ് സ്ഥാപനത്തിന്റെ പ്രധാന ആസ്തികളിലൊന്ന് പണയപ്പെടുത്തിയത്. ഈ പണം എന്താവശ്യത്തിനാണ് ഉപയോഗിച്ചതെന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. തൃശൂരിലെ വ്യവസായിയായ NB ജോർജിൽ നിന്ന് തന്നെയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഷെയറും BLM സ്വന്തമാക്കിയത്. ഈ രീതിയിലാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് വലിയ പലിശ വാഗ്ദാനം ചെയ്ത് സമാഹരിക്കുന്ന നിക്ഷേപങ്ങൾ BLM ഉൾപ്പെടെയുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ മറ്റു പല ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നതെന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ ഇടപാടുകളുടെ വിവരങ്ങൾ IBയും EDയും ശേഖരിച്ചു. 16 മുതൽ 20% വരെയും പലിശ വാഗ്ദാനം ചെയ്ത് വ്യാപകമായ രീതിയിൽ തുക സമാഹരിച്ചതായും
ഇതിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. BLMനെ കൂടാതെ പ്രൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വിന്നർ റോയൽ വർഷ, ജീവൻ ജ്യോതി തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത്. ന്യൂസ് 18 കൊച്ചി. വാണിയംകുളത്തെ ഡിവൈഎഫ്ഐ ആക്രമണത്തിൽ മുഖ്യപ്രതി കീഴടങ്ങി. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷാണ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ എത്തി കീഴടങ്ങിയത്. രാകേഷിന്റെ നേതൃത്വത്തിലാണ് ഡിവൈഎഫ്ഐ നേതാക്കളായ ഹാരിസും സുർജിത്തും കിരണും യുവാവിനെ ക്രൂരമായി ആക്രമിച്ചത്. പ്രതികൾ മർദ്ദിച്ച പനയൂർ സ്വദേശി വിനേഷ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആഴ്ചകൾ നീണ്ട തർക്കങ്ങൾക്ക് ഒടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ധാരണയിലെത്തിയതായി സൂചന. നിലവിലെ കമ്മിറ്റിയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ OJ ജനീഷിനാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. അതേസമയം അബിൻ വർക്കിക്കായി ഐ ഗ്രൂപ്പ് നടത്തുന്ന സമ്മർദ്ദ നീക്കം ഇപ്പോഴും തുടരുകയാണ്. ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 21-നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. പക്ഷേ 1.5 മാസം പിന്നിട്ടിട്ടും പകരക്കാരനെ കണ്ടെത്തുന്നതിൽ നേതൃത്വത്തിന് വെല്ലുവിളിയായത് നിലയ്ക്കാത്ത തർക്കങ്ങളും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ശേഷം ഏറ്റവും അധികം വോട്ടുകൾ നേടി രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഹൈക്കമാൻഡിന് മുന്നിൽ വലിയ സമ്മർദ്ദമാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് നടത്തിയത്. എന്നാൽ KPCC അധ്യക്ഷനും KSU സംസ്ഥാന പ്രസിഡന്റും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നാണെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ പരിഗണിച്ചാൽ സാമുദായിക സമവാക്യങ്ങൾ മാറുമെന്നതായിരുന്നു മാറുചേരിയുടെ വാദം. യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയിൽ അവഗണന നേരിട്ട KM അഭിജിത്തിനായി എ ഗ്രൂപ്പും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അഭിജിത്തിന്റെ സാധ്യതകളെ എതിർചേരി പ്രതിരോധിച്ചത്. KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ ബിനു ചുള്ളിയിലിന് തിരിച്ചടിയായതും ഇതേ കാരണം തന്നെ. അതിനിടെ യൂത്ത് കോൺഗ്രസ് മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ OJ ജനീഷിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഷാഫി പറമ്പിൽ വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. സാമുദായിക സമവാക്യങ്ങളും ജനീഷിന് അനുകൂല ഘടകമായതായി ഒരു വിഭാഗം വിലയിരുത്തുന്നു. അതേസമയം അബിൻ വർക്കിയെ തഴഞ്ഞുകൊണ്ട് അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ സംഘടനയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. UDFുമായി സഹകരിക്കാൻ CK ജാനു നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ സഭയെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. അവഗണന നേരിട്ടെന്നാരോപിച്ച് നേരത്തെ NDA വിട്ടിരുന്നു CK ജാനു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായാണ് CK ജാനുവിനെ UDF പാളയത്തിലേക്ക് എത്തിക്കാനുള്ള രഹസ്യ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മുന്നണിയിലേക്ക് നേരിട്ട് ഉൾപ്പെടുത്തുന്നതിന് പകരം UDFുമായി സഹകരിപ്പിച്ചാൽ മതിയെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. അതല്ല, CK ജാനുവിനെ മുന്നണിയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ ആദിവാസി വിഭാഗങ്ങളുടെ ഉൾപ്പെടെ പിന്തുണ ഉറപ്പാക്കാൻ അത് വഴിയൊരുക്കുമെന്ന വിലയിരുത്തലിലാണ് മറുവിഭാഗം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ UDF യോഗത്തിൽ ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തർക്കം നിലനിൽക്കുന്നതിനാൽ മുതിർന്ന നേതാക്കൾ വീണ്ടും കൂടിയാലോചിച്ച ശേഷമായിരിക്കും വിഷയത്തിൽ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തുക. മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി LDFിൽ അസംതൃപ്തരായി നിൽക്കുന്നവരെ അടക്കം UDFിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് CK ജാനുവിനെ, അതായത് BJP അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന CK ജാനുവിനെ ഒപ്പം ചേർക്കാനുള്ള അണിയറ നീക്കങ്ങൾ UDF നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. ക്രൈസ്തവർക്ക് നീതി നിഷേധിക്കുന്നുവെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ആവശ്യമെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപക അവകാശ സംരക്ഷണ ജാഥ നടത്തുകയാണ് കത്തോലിക്ക കോൺഗ്രസ്. ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് CPM സൈബർ പോരാളികളുടെ സൃഷ്ടിയാണ്. SP-യുടെ വെളിപ്പെടുത്തലോടെ CPM വെട്ടിയില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. SP കുറ്റസമ്മതം നടത്തിയെന്നും ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രചരണം അത് സംബന്ധിച്ച് പോയി പോലീസ് അവിടെ എന്തോ അവർക്കറിയാവുന്ന കാരണത്താൽ, അത് അവർക്ക് തന്നെ അറിയുള്ളൂ, കാരണം പോലീസിൽ ആരോ മെനക്കെട്ട് വന്ന് ആൾക്കൂട്ടത്തിൻ്റെ തലയിലൂടെ വളരെ ഉന്നം വെച്ച് മർമ്മം നോക്കി അടിക്കുകയായിരുന്നു.
ആ അടി ഷാഫി MP തന്നെ കൊള്ളണം എന്നുള്ളത് അടിച്ച പോലീസുകാർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഒരാളാണോ രണ്ടാളാണോ അതൊക്കെ ഇന്നലെ SP തന്നെ പറഞ്ഞ മാതിരി ഇനിയിപ്പോൾ സാങ്കേതികമായി നോക്കിയിട്ട് പറയേണ്ടി വരും. പേരാമ്പ്രയിലെ സംഭവങ്ങൾക്ക് പിന്നിൽ UDF ഗൂഢാലോചന എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. കഴിഞ്ഞ ദിവസം വലിയ പ്രകോപനമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും ലീഗ് പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഈ UDF റാലിക്കിടെ ഉണ്ടായത്. ഒരു ലീഗ് പ്രവർത്തകൻ വലിയ പ്രകോപനം പോലീസിന് സൃഷ്ടിച്ചിരുന്നു. വലിയ അധിക്ഷേപങ്ങളും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പിന്നീട് UDF ഭാഗത്തു നിന്നും ഒരു സ്ഫോടക വസ്തു പോലീസ് നിന്നിരുന്ന ഭാഗത്തേക്ക് എത്തുകയും അവിടെ പൊട്ടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ടോ എന്നും LDF നേതാക്കൾ പറയുന്നു. ദീർഘനേരമായിട്ട് 3 മണിക്കൂർ നേരം പ്രകോപിതരാവാതെ സഹിച്ചു നിന്ന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോലീസിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം UDFൻ്റെ കോൺഗ്രസിൻ്റെ ആ ഭാഗത്ത് നിന്ന് വന്ന സ്ഫോടക വസ്തു പൊട്ടുന്നതാണ് എന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. ഷാഫി പറമ്പിൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് എല്ലാവരും പൊതുവെ രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യമാണ്. എന്നാൽ UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്ന ആരോപണം പൂർണ്ണമായും കോൺഗ്രസ് നേതാക്കൾ തള്ളുകയാണ്. ഇത്തരത്തിലൊരു ആരോപണം പോലീസ് മുന്നോട്ട് വെച്ചിട്ടില്ല. പോലീസ് തന്നെ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ്, അല്ലെങ്കിൽ പോലീസിലെ ചിലർ തന്നെയാണ് MP-ക്കെതിരെ അക്രമം അഴിച്ചുവിട്ടതെന്നാണ്. മറിച്ചുള്ള ദൃശ്യങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതായി റൂറൽ SP വ്യക്തമാക്കിയിരുന്നു. ചില ആളുകൾ ആണ് MP-യെ, പോലീസിലെ ചില ആളുകൾ തന്നെയാണ് MP-യെ മർദ്ദിച്ചത്. ഇത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിനായി AI സഹായത്തോടെ പരിശോധനകൾ തുടരുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. സ്ഥലത്ത് ലാത്തിചാർജ് നടത്തിയില്ല എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ലാത്തിചാർജിനുള്ള ഒരു കമാൻഡ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിരുന്നില്ല. മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാന രഹിതമാണ്. ഒപ്പം ഈ പോലീസ് സ്ഥലത്തുണ്ടായിരുന്ന പോലീസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ ആദ്യഘട്ടത്തിൽ ഈ കൃത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നടപടികളെക്കുറിച്ച് പറഞ്ഞത്. ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട്. എന്തായാലും 2 DYSPമാരും ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേരത്തെ DGPക്ക് കത്ത് നൽകിയിരുന്നു. 5 ദിവസത്തിനുള്ളിൽ കത്തിൽ തീരുമാനമായില്ലെങ്കിൽ DYSPമാരുടെയും റൂറൽ SPയുടെയും വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച IAS ഉദ്യോഗസ്ഥനാണ് കണ്ണൻ ഗോപിനാഥൻ. AICC ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു കണ്ണൻ ഗോപിനാഥൻ രാജിവെച്ചത്. മോദി സർക്കാരിന്റെ കടുത്ത വിമർശകനാണ് കണ്ണൻ ഗോപിനാഥൻ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയായതിനാലാണ് കോൺഗ്രസിൽ അംഗത്വം എടുത്തതെന്ന് കണ്ണൻ പറഞ്ഞു. ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമ S രംഗനാഥന്റെ ചെന്നൈയിലെ വീട്ടിൽ ED റെയ്ഡ്. കാഞ്ചീപുരത്തെ ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറിയിലും റെയ്ഡ് നടന്നു. മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ശ്രേഷൻ ഫാർമയുടെ ഉടമ G രംഗനാഥൻ അറസ്റ്റിലായിരുന്നു. നിരവധി കുട്ടികളുടെ ജീവനെടുത്ത കോൾഡ്രിഫ് ചുമമരുന്ന് നിർമ്മിച്ചത് ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കലാണ്.